ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാണ് ഞാനിത് ഒഴിച്ചിട്ടുള്ളത്. ഇനി അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ വാനിലയുടെ പകരം ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വാനില ഉള്ളവർ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി വെക്കാം. ഇനി വേണ്ടത് ഒരു 2 മുട്ട ഒന്ന് ഒരു ബൗളിലേക്ക് ഉടച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിസ്കോ ബീറ്ററായിട്ട് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് പതിപ്പിച്ചെടുക്കാം. അതിന് ശേഷം ആദ്യം എടുത്തു വെച്ച ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒന്ന് ചൂടാറണം കേട്ടോ. ചെറുതായി ഒരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല ചൂട് കൊടുക്കണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കോഴിമുട്ടൊക്കെ ഒന്ന് അങ്ങനെ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഇഡ്ഡലി ചെമ്പിലും വെച്ചെടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടി പിടിക്കണമെന്നില്ലെങ്കിൽ കറക്റ്റ് പാകമായി എന്നർത്ഥം. ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി വെച്ചെടുത്ത് അപ്പോൾ അത് അടിപൊളി ഒരു പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.